ഹായ് മക്കളെ, വെൽക്കം. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം എക്സാമിനേഷനൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈലത്തിൻ്റെ ലൈവുകളെ കണ്ടുകൊണ്ട് എക്സാമിനേഷനൊക്കെ നിങ്ങൾ മിന്നിക്കുവാന്ന് എനിക്കറിയാം. ഇനി നമ്മുടെ ഫിസിക്സിൻ്റെ ഊഴമാണ്. ഫിസിക്സിൽ 3 ചാപ്റ്ററാണ് നമുക്ക് ഓണം എക്സാമിനേഷന് പഠിക്കാനായിട്ടുള്ളത്. മോഷനെ സ്ട്രെയിറ്റ് ലൈനും യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റും അതുപോലെ മോഷനെ പ്ലെയിൻ എന്ന് പറയുന്ന അതിമനോഹരമായ 3 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 10 ഡെറിവേഷനാണ് നിങ്ങളുടെ മുന്നോട്ട് ഞാൻ വെക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ഡെറിവേഷനും ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണോ ആ ഡെറിവേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം. ആദ്യത്തെ ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെൻ്റ് ആണ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെറിവേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന കുറച്ച് ഡെറിവേഷൻസ് കാര്യങ്ങളുണ്ട്. അത് ഡെറിവേഷൻ ഗണത്തിൽപ്പെടുത്താൻ സാധിക്കുന്നതല്ല. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ ആണ്. മോഷൻ സ്ട്രെയിറ്റ് ലൈനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 3 ഡെറിവേഷൻ നമുക്കുള്ളത്. v = u + at ഡെറിവേഷൻ, s = ut + half at ഡെറിവേഷൻ, അതേപോലെ തന്നെ v² = u² + 2ax ഡെറിവേഷൻ. ഇങ്ങനെയുള്ള 3 ഡെറിവേഷൻ ആണ്. വെലോസിറ്റി ടൈം റിലേഷൻ, പൊസിഷൻ ടൈം റിലേഷൻ, അതേപോലെ തന്നെ വെലോസിറ്റി പൊസിഷൻ റിലേഷൻ. ഈ 3 ഡെറിവേഷൻ ആണ് രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോയി കഴിഞ്ഞാൽ ഡെറിവേഷൻ്റെ ഒരു പൂരമാണ് അല്ലേ. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ടൻ കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ ആണ്. അത് 4ാമത്തെ ഡെറിവേഷൻ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ ഉണ്ട്, 5ാമത്തെ ഡെറിവേഷൻ ആണ്. ദെൻ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ +1 തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്ടൈൽ മോഷനുമായിട്ട് ബന്ധപ്പെട്ട 3 ഡെറിവേഷനായ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ റേഞ്ച്, പിന്നെ മാക്സിമം ഹൈറ്റ്. ഈ 3 ഡെറിവേഷൻ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് വരുമ്പോൾ 2 ഡെറിവേഷനും കൂടി ഈ ചാപ്റ്ററിനകത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, സർക്കുലർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലർ മോഷന്റെ ലീനിയർ വെലോസിറ്റിയും അതേപോലെ തന്നെ ആംഗുലാർ വെലോസിറ്റിയുള്ള റിലേഷനും. ദെൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് എല്ലാവരും പറയുന്ന മറ്റൊരു സംഗതിയാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷന്റെ ഡെറിവേഷൻ, v²/r എന്ന് പറയുന്ന അതിമനോഹരമായ ഡെറിവേഷനോട് കൂടി 10 ഡെറിവേഷനാണ് ഈ 3 ചാപ്റ്റർ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടായിരിക്കും. ഈ എല്ലാ ഡെറിവേഷനും നമ്മൾ ഇന്ന് രാത്രി 7 മണിക്ക് സെറ്റാക്കുന്നതായിരിക്കും. എല്ലാവരും ഈ കയറി പോകുന്നേക്ക് സൂപ്പർ 6ൽ തകർത്തടിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാം മക്കളെ. അപ്പൊ ഈ കയറി പോകുന്നേക്ക് സമയം ഒന്നും കൂടെ പറയുന്നു, 7 മണിക്ക്.